ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമുക്കിപ്പോൾ 6 മണിയുണ്ട്, കൃത്യം 6 മണി. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൂർഗിൽ നിന്ന് നമ്മൾ 6:30 ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കും. നമ്മൾ നേരെ പോകുന്നത് ഇനി മൈസൂറോട്ടാണ്. മൈസൂറാണ് ഇനി ഫുൾ എക്സ്പ്ലോറൈസേഷൻ ഉള്ളത്. സോ വി ആർ ഗോയിങ് ടു മൈസൂർ. We're running out of options. I didn't know them, but we took every precaution. Now you're holding back, but I can hear the pain underneath your breath. I can feel the shame running through your head. I just wanna stop it. I just wanna stop it. Where do you turn when you need someone? Where do you hide when you just can't run? Where do you go when you have no home? When you have no hope? What do you do when you're losing sleep? When real life doesn't beat your dreams? I just wanna know if you feel it too. Is it me and you? All alone in a crowded. അങ്ങനെ നമ്മൾ മൈസൂർ എത്തി. രാവിലത്തെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നമ്മൾ സൂയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മൈസൂർ വന്നിട്ടുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ എൻട്രി എല്ലാം ചെയ്തു. പ്ലാസ്റ്റിക് ഫ്രീ ആണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ നല്ല തിരക്കുള്ള ദിവസം തന്നെ. നമ്മൾ എൻട്രിയിൽ ഇനി നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ സൂയിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത് വളരെ തിരക്കുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെയും കൊണ്ട് അതിൻ്റെ എൻഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും സൂയിൽ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കരടി കുരങ്ങൻ കുരങ്ങനെല്ലാം കണ്ട് ഞങ്ങൾ ഒറാങ്കുട്ടനിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഒറാങ്കുട്ടനെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത എങ്ങോട്ടോ പോകാൻ പാടും. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം എഗെയിൻ മൈസൂർ പാലസിലെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ നേരത്തെ വന്നിട്ടുള്ള വീഡിയോ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മൈസൂർ പാലസിൻ്റെ വീഡിയോയും കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മുടെ പിള്ളേരുടെ കയറുന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളൊന്നും വന്നിട്ടൊന്നുമില്ല. അന്നത്തെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ ഞാൻ തോന്നുന്നു വന്നത്. എഗെയിൻ നമ്മൾ കുട്ടികളോടൊപ്പം പാലസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇപ്പം തന്നെ കാല് ഒരു പരുവായി. ആ സൂ മൊത്തം നടന്ന് കാലിപ്പോൾ തന്നെ പഞ്ചറായിപ്പോയി. പക്ഷേ എന്നാലും അങ്ങനെ നമ്മളിപ്പോൾ പാലസിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ ചെപ്പലൊക്കെ ബസ്സിൽ തന്നെ വെച്ചു, അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുക്കണം. അവിടെ കീപ്പ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ഫുൾ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളതിലുണ്ട്. സോ ഇവിടെ നോക്കും. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? പാലസിനുള്ളിലോട്ട്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിലൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് അവിടെ നിന്നൊരു ഫോട്ടോയ്ക്ക് എടുത്തു. അതെ, ഇനി നമ്മൾ പോകുന്നത് കാർ മ്യൂസിയം. അതെ, ഫുഡ് കഴിക്കാൻ പോയിട്ട് കാർ മ്യൂസിയം. ഓക്കെ, ബൈ. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ മൈസൂറിന് നമ്മുടെ ലഞ്ച് ടൈമാണിത്. അപ്പോൾ നമുക്കിന്ന് ഉള്ളത് എന്താണ്, ഒരു ചിക്കൻ ഫ്രൈഡ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് നമുക്കുള്ളത്. ചിക്കൻ ബിരിയാണിയും ചൂടുവെള്ളം.
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പയാന കാർ മ്യൂസിയത്തിലാണ്. അത് ഇവിടെ തന്നെ നമ്മുടെ മൈസൂർ തന്നെയുള്ള ഒരു മ്യൂസിയമാണ്, കാർ മ്യൂസിയം. സോ പയാന കാർ മ്യൂസിയം ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, നമ്മുടെ എൻറ്റയർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പയാന കാർ മ്യൂസിയത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ എല്ലാവരും സ്കൂളിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നമ്മൾ ഫസ്റ്റ് ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഔട്ടറിൽ വെച്ചിരിക്കുന്ന ഫസ്റ്റ് കാറ്. ഫുൾ ഡീറ്റെയിൽസ് പുള്ളിയുടെയാണ് കാറെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറേ ടൈപ്സ് ഓഫ് വീല്, എവല്യൂഷൻ ഓഫ് വീൽ, എങ്ങനെയാണ് ഒരു വീലായത്. അപ്പോൾ ഫസ്റ്റ് നമുക്കുണ്ടായിരുന്ന സാധനം വീലിന് പകരം ഇതായിരുന്നു. അതിനുശേഷം ഉണ്ടായത് ഇങ്ങനെ ആ ഒരു എന്താ പറയുക, അതിനെക്കാട്ടി പിന്നെ ഇവിടെ ഇങ്ങനെ സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എവല്യൂഷണറി ആണ് വീലിന്, ഇങ്ങനെയാണ് വീലായിട്ട് അതിൻ്റെ ഒരു എന്താ പരിണാമ സിദ്ധാന്തം പോലെ പല സ്റ്റേജസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇതായി. അതിനുശേഷമാണ് ഈ ഒരു വേല് ലാസ്റ്റ് എൻഡിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ വീൽ എന്നൊരു തീമിക്കലേക്ക് നമ്മൾ വന്നത്. അതിനുശേഷം കുറേ ടൈപ്പ് ഓഫ് പണ്ട് കാലത്തെ വണ്ടികൾ, രീതികൾ, കാര്യങ്ങൾ എല്ലാം തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവില്ല. എന്നെക്കുറിച്ചാണെങ്കിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒന്നും വണ്ടികളൊന്നും നമ്മൾ സിനിമയിലും കാര്യങ്ങളിലും ഒക്കെ മാത്രമല്ലാതെ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. സോ ഓരോ വണ്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് റൈറ്റിങ്സ് ഓരോ വണ്ടിയുടെയും ഫ്രണ്ടിലും അത് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇയറിൻ്റെ ബേസിലാണ് ഓരോ വണ്ടിയും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോഴത്തെ വണ്ടിയെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടികളാണ് ഇതെല്ലാം കണ്ടിട്ട്. കളേഴ്സൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി കളേഴ്സ്. രണ്ട് കണ്ണ് വെച്ച് നമ്മളെ നോക്കുന്ന പോലെ ഉണ്ടല്ലേ. ശരിക്കും ഇപ്പോഴുള്ളവരല്ല, പണ്ടുള്ളവരാണ് ആ ഒരു റോയലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. ഒരു നമുക്കിത് കാണുമ്പോൾ ഒരു നോക്കൂ ഗൈസ്, ആ ബ്ലാക്ക് കാർ നോക്കൂ. ഉഫ്, തലയെടുപ്പുള്ള ഒരു രാജാവിനെ പോലെ. ദെൻ ഈ ഒരു സൈഡൊക്കെ തന്നെ മോട്ടോർ സൈക്കിൾസിൽ സ്റ്റാർട്ട് ചെയ്ത് പഴയ മോട്ടോർ സൈക്കിൾസ്, സ്കൂട്ടേഴ്സ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്സിൽ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ എല്ലാ വണ്ടികളും അറേഞ്ച് ചെയ്ത് അതെ അവിടെ ഇരിക്കുന്നു നമ്മുടെ റോയൽ എൻഫീൽഡ്. ദെൻ അഗൈൻ നമ്മൾ വരുന്നത് കാർ സെക്ഷനിലേക്ക്. പക്ഷെ കാറിൻ്റെയൊക്കെ കളർ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ റോഡിൽ കൂടെ പോകണം. ഫുൾ ഓഫ് അട്രാക്ഷൻ നമ്മൾ തന്നെ ഇരിക്കും ഇതേപോലത്തെ ഒരു വണ്ടി കൊണ്ടൊക്കെ റോഡിൽ കൂടെ ഇറങ്ങിയ. ഓരോ വണ്ടികളും നമ്മളെ ഇങ്ങനെ നോക്കുന്ന പോലൊരു ഫീൽ. ഒരു മാരുതിയുടെ ലുക്കൊക്കെ ഉണ്ട്.
ഓ ലാവൻഡർ കളർ, ഇതേതായിട്ട് ഐസ്ക്രീം ഇരിക്കുന്ന പോലെയുണ്ട്. ഓരോന്നും ഓരോ ഫ്ലേവേഴ്സിലിരിക്കുന്ന ഒരു ടൈപ്പ്. നമുക്കിപ്പോൾ കാണുന്നത് കോമൺ വൈറ്റ്, ബ്ലാക്ക് അല്ലെങ്കിൽ നേവി ബ്ലൂ, റെഡ്. ഇവിടെ ആ ഒരു കളേഴ്സേ ഇല്ല. വണ്ടിപ്രാന്തമുള്ള അല്ലെങ്കിൽ വണ്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ കാണാനും എക്സ്പ്ലോറേഷൻ ഉള്ളവർക്ക് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ട്രേസിയിലെ വാൻ പോലെ ഉണ്ട്. യെസ്, നമ്മുടെ ടാക്സി ആകെ കണ്ടിട്ട് മനസ്സിലായ ഒരേ ഒരു വലിയ ടാക്സിയും ടാക്സിനെ അറിയുള്ളൂ, അതിൻ്റെയും പേരറിയില്ല. ഓക്കെ, മാരുതിക്കാരല്ലേ? മാരുതിയല്ല, സോറി, അംബാസിഡർ മാരുതി ഒന്നാണ്. അറിയാവുന്നവരൊക്കെ പറഞ്ഞോളൂ, കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് വണ്ടികളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ബട്ട് ഐ ആം എൻജോയിങ് ദിസ് വെരി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഓരോന്നും കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും ഓടുന്ന വണ്ടിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇത് 1934 മോറിസ് ഊട്ടി ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വാവ്. അയ്യോ, കറണ്ട് പോയതായിട്ട് കറണ്ട് പോയല്ലോ. കറണ്ട് വന്നു. And here is also one. ആക്ച്വലി ഇങ്ങനെ എടുത്തെടുത്ത് കൈ കഴിക്കണം എന്നുള്ളതല്ലാതെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സീരീസ് തന്നെ ചെയ്യേണ്ടി വരും തോന്നുന്നു. ബിക്കോസ് അത്രയ്ക്കുണ്ട് ഇത് എടുക്കാനായിട്ട്. ദെൻ ഇവിടെയും കുറച്ച് വണ്ടികളുണ്ട്. പക്ഷെ ഇവർ നല്ല ഓർഗനൈസ് ചെയ്ത് നല്ല ഓർഡറിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫുൾ പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വാൻ. ക്രിയേറ്റീവ് ലെവലിൽ കാറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ. കാറുകൾക്കിടയിൽ ഒരു JCB. ഇതൊക്കെ ഉള്ള JCB ആണ്. മാർഷൽ ട്രാക്ടർ. പിന്നെ അവിടെ ഇപ്പോഴത്തെ കാറുകളാണ് ഫുള്ള് കിടക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ നിലവിലുള്ള കാറുകളുടെ കളക്ഷൻസാണ് ഇപ്പോൾ കിടക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ പുത്തനല്ല, എന്നിരുന്നാലും കൈൻഡ് ഓഫ് നമ്മൾ കണ്ടു പരിചയമുള്ള കുറേ മോഡൽസാണ് അവിടെ ഉള്ളത്. ദെൻ നമുക്കിതാ ഒരു കവാടത്തിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം ഉണ്ടായിരുന്നു. ഇതിനുള്ളിൽ വീണ്ടും അടുത്ത ഒരു മ്യൂസിയം സെക്ഷൻ. ഇത് കാർ സെക്ഷൻ അല്ല, മാൻറ്റുഷ മ്യൂസിയം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് അതിനുള്ളിൽ തന്നെ ഉള്ളതാണ്. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ്. അല്ലല്ല, അതാ ഇവിടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജ് ഉണ്ട്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. വെള്ളം എടുക്കാനുള്ള സാധനമാണത് ഇത്. ഓക്കെ, ഇതും വെള്ളം, ഇതുണ്ട്. ഈ കൊളുത്ത് ഉപയോഗിച്ച് ഈ കൊലത്തിൽ കൊളുത്തിയായിരിക്കും ഇത് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പശുക്കുട്ടികളുടെ
രീതിയിൽ, പശുവല്ലല്ലോ, പോത്തിനല്ലേ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. First wooden, then machine, adding machine. ഓ, അയൺ ബോക്സ്. അയ്യോ, വീണ്ടും കറണ്ട് പോയി. We're running out of options. I didn't know then, but we took every precaution. Now you're holding back, but I can hear the pain underneath your breath. I can feel the shame running through your head. I just wanna stop it. I just wanna stop it. Where do you turn when you need someone? Where do you hide when you just can't run? Where do you go when you have no home, when you have no hope? What do you do when you're losing sleep? When real life doesn't beat your dreams. I just wanna know if you feel it too. Is it me and you, all alone in a crowded room? നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാറിൽ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ള ഒരു ഔട്ടർ മോസ്റ്റ് ബ്ലൂ പ്രിൻ്റ് ഇവിടെ ഉണ്ട്. ദെൻ ഹിയർ ഈസ് ദ എക്സിറ്റ്. വി ആർ ഗോയിങ് ടു ഔട്ട് ഓഫ് ദിസ് മ്യൂസിയം. അങ്ങനെ അറ്റ് ദ ലാസ്റ്റ് നമ്മൾ എല്ലാം കണ്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ബസ്സിൽ നിന്ന് നേരെ നമ്മളെല്ലാവരും നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് തിരിച്ച്. ഇപ്പം നമ്മൾ പോവാണല്ലേ. അടിപൊളി. ഓഹോ, അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ ആനയെ കണ്ടു ഗൈസ്. ആനയെ കണ്ടോ? എത്ര എടുത്തല്ലേ എടുത്തു. പെട്ടെന്ന് നിന്നിട്ട് എടുത്തു. നമ്മൾ തമിഴ്നാട് റീജിയനിലുള്ള ഉൾക്കാട്ടിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ കാട്ടാനെ കണ്ടത്, പിന്നെ കുറേ മാന് അതൊക്കെ കണ്ടെങ്കിലും പക്ഷേ ആന ഈസ് വെരി സർപ്രൈസിങ്. അടിപൊളി. അങ്ങനെ 2 ആനയെ കണ്ടു. ഇനി വല്ല എന്തെങ്കിലും കൊണ്ടോ നോക്കിയിട്ട് പോകണം. എന്തെങ്കിലും നമ്മളിങ്ങനെ എടുക്കുന്ന പക്ഷം കണ്ടാൽ ഇറ്റ് വാസ് എ ലക്ക്. പക്ഷെ ഇത്രയും അടുത്ത് കാട്ടാന വീഡിയോയിലല്ലാതെ, ഓ മൈ ഗോഡ്, അടിപൊളി. ആനകൾ, നിറച്ചാനകൾ, റോഡ് കുത്താണ്. ശരിക്കും പേടിയാണ്. സ്കൂട്ടിലൊക്കെ പോകുന്നവർക്ക് അവസ്ഥ വീടിന് തൊട്ടടുത്ത് ആന നിൽക്കുന്നത് ക്ലാസ്സാണ്. ഇറങ്ങിയ ഒരുപാട് ഇപ്പോൾ ആനയെ കണ്ടു. ഒറ്റ കൊമ്പൊക്കെ കൊമ്പൊക്കെയുള്ള ആനകൾ മിക്കവാറും പിന്നെ ചില ആനകളെ നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല. ചിലതെടുത്തപ്പോഴത്തേക്കും വണ്ടി കടന്നു വന്നു. അങ്ങനെ കുറേ അപ്പോൾ ഇനിയും കാണാനായിട്ട് പറ്റിയാൽ, വീഡിയോ എടുക്കാനായിട്ട് പറ്റിയാൽ നമുക്ക്
നമുക്ക് നോക്കാം. You don't know what I ആനയല്ലേ? അയ്യോ സോറി, അത് ആനയല്ല, ഒരു മരമായിരുന്നു. I try to understand all of you said that you can't take back. Making mistakes doesn't make you bad. I know that it's hard to do. Where do you turn when you need someone? Where do you hide when you just can't run? Where do you go when you have no home? When you have no hope? What do you do when you're losing sleep? When real life doesn't beat your dreams? I just wanna know if you feel it too. Is it me and me? All alone in a crowded room. അങ്ങനെ 3 ദിവസം വളരെ പെട്ടെന്ന് കടന്നുപോയി. ഒരുപാട് നല്ല ഓർമ്മകളും അവരുടെ അടിച്ചുപൊളിയും ഒരുപാട് തമാശകളും അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഇട്ടടി ഒരു നല്ല യാത്രയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ എക്സ്പീരിയൻസ്. അങ്ങനെ എല്ലാത്തിനു ശേഷം എല്ലാവരും തിരിച്ച് അവരവരുടെ വീട്ടിലോട്ട്. ഇനി ഒരു 5-6 കുട്ടികളൂടെ മാത്രം. അവരൂടെ പോയി കഴിയുമ്പോൾ 2024 അവരുടെ ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത അവരുടെ ജീവിതത്തിലെ 4 ദിവസം, അതിലൊരു ഭാഗമാവാൻ നമുക്ക് പറ്റി. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഒരു പാർട്ടായതിൽ വളരെ സന്തോഷം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ് പ്രീതി. ബൈ ബൈ.